പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരിക്കൽ കൂടി ഹിയർ വിത്ത് രാജ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യും. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠമായിട്ടുള്ള ഖിഡ്കി എന്ന അഞ്ജു ഖർബന്ദ എഴുതിയ ഒരു ലഘു കഥയാണ് പഠിക്കാൻ പോകുന്നത്. പ്യാരെ ബച്ചോ, ആജ് ഹം 10वीं कक्षा के एक लघु कथा खिड़की पढ़ने जा रहे हैं. खिड़की की रचयिता है अंजू खरबंदा. दिल्ली का एक परिवार शादी में शामिल होने होशियारपुर जा रहा है. अक्सर ये परिवार एसी कोच से सफर करता था, पर अब उनकी यात्रा जनरल कोच से है. जनरल कोच विविध अनुभवों की एक दुनिया है. इन अनुभवों का आनंद उठाने के लिए ये परिवार जनरल कोच से യാത്ര കർ രഹാ ഹൈ. ഡൽഹിയിൽ താമസിക്കുന്ന ഒരു കുടുംബം ഒരു വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് ഹോഷിയാർപൂരിൽ പോവുകയാണ്. മിക്കവാറും ഈ കുടുംബം ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് AC കോച്ചിലാണ്. പക്ഷെ ഇപ്രാവശ്യം അവർ ജനറൽ കോച്ചാണ് തിരഞ്ഞെടുത്തത്. ജനറൽ കോച്ച് എന്ന് വെച്ചാൽ അനുഭവങ്ങളുടെ ഒരു ലോകമാണ്. ഈ അനുഭവത്തിന്റെ ആനന്ദം ആസ്വദിക്കാനാണ് ഈ കുടുംബം ഇന്ന് ജനറൽ കോച്ചിൽ യാത്ര ചെയ്യുന്നത്. യാത്രാ കെ ദൗറാൻ ഗാഡി में शॉल बेचने वाली सलोनी युवती आती है. वह अपने शॉल का दाम 250 रुपये बताती है, लेकिन यात्री की पत्नी उनसे एक पीस का 100 रुपये में लेने की बात कहती. ये सुनते ही अपनी असहायता और विवशता के बारे में सोचकर युवती का गला रुद गया और आंखें भर आई. ട്രെയിൻ യാത്ര മധ്യേ ഷോൾ വിൽക്കുന്ന ഒരു യുവതി ഇവരുടെ അടുക്കൽ വരുന്നു. ഒരു ഷോളിന് 250 രൂപയാണ് വില. എന്നാൽ യാത്രക്കാരന്റെ ഭാര്യ അത് 100 രൂപയ്ക്ക് ഒരു പീസ് തരുമോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ടതും തൻ്റെ നിസ്സഹായ അവസ്ഥയിലും വിവശതയിലും ആ പെൺകുട്ടി സംസാരിക്കാൻ കഴിയാതെ അവളുടെ തൊണ്ടയിടറുകയാണ്. അവളുടെ കണ്ണ് നിറയുകയും ചെയ്തു. അന്തമേ യുവതി 150 रुपये में शाल देने को तैयार हो जाती है. यात्री की पत्नी ने 5 शाल युवती से खरीदती. शॉल बेचने आई युवती की विवशता और दीनता देखकर पुरुष पात्र बहुत बेचैन होता है. तब उसे अपने पिताजी की याद आ. युवती के समान पिताजी भी रेलगाड़ी में फेरी वाला था. ശരിക്കും ഈ ഷോൾ വിൽക്കാൻ വന്ന പെൺകുട്ടിയുടെ നിസ്സഹായ അവസ്ഥയും ദൈന്യതയും കണ്ട് നമ്മുടെ യാത്രക്കാരൻ വളരെയധികം അസ്വസ്ഥനാകും. അപ്പോഴാണ് അദ്ദേഹത്തിന് തൻ്റെ അച്ഛൻ്റെ ഓർമ്മ വരും. തൻ്റെ അച്ഛനും ഇതുപോലെ തീവണ്ടിയിൽ സാധനങ്ങൾ വിൽക്കുന്ന തൊഴിലായിരുന്നു. ആ യാത്രക്കാരന് ഭാര്യയുടെ പെരുമാറ്റത്തിൽ ദേഷ്യം തോന്നുകയും തൻ്റെ അച്ഛനും ഇതുപോലെ എത്രയോ ആളുകളുടെ പെരുമാറ്റം കാരണം കരഞ്ഞിട്ടുണ്ടാകാം എന്ന് അദ്ദേഹം കരുതുന്നു. തൻ്റെ അച്ഛന് അന്നുണ്ടായിരുന്ന അതേ അവസ്ഥയാണ് ഇന്ന് ഈ പെൺകുട്ടിക്കും എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. കഹാനിക്കാർ ये कहना चाहते हैं कि लोग अक्सर दूसरों की विवशता और परेशानियों पर सोचते नहीं हैं. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളോ നിസ്സഹായ അവസ്ഥയോ ആരും ചിന്തിക്കാറില്ല. സബ്കോ മുനാഫ ചായി. മുനാഫ എന്താ? ലാഭം. എല്ലാവർക്കും ലാഭം വേണം. ഈ വഴിയോര കച്ചവടക്കാർ വൻ ലാഭം കൊയ്താണ് കച്ചവടം നടത്തുന്നത് എന്ന തെറ്റായ ധാരണ പലർക്കുമുണ്ട്. फेरी वाले बड़ी कमाई करने आते हैं और उन्हें बहुत लाभ होता है. कुछ लोग ऐसे सोचते हैं, लेकिन पेट भरने की उनकी कठिनाइयों को कोई समझता नहीं. വഴിയോര കച്ചവടക്കാർ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ആരും ശ്രദ്ധിക്കാറില്ല. ഇവിടെ വഴിയോര കച്ചവടക്കാരുടെ മാനസികാവസ്ഥയും അവരുടെ നിത്യജീവിതത്തിലെ ബുദ്ധിമുട്ടുകളുമാണ് കഹാനിക്കാർ വരച്ച് കാട്ടുന്നത്. ഖിഡ്കി എന്ന കഥ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇതിൻ്റെ വിശദമായിട്ടുള്ള അവതരണവും മറ്റും ക്ലാസ്സുകളിൽ നടക്കും. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. കഹാനി കോ ഏക് ബാർ പഠിക്കർ ഇസ് വർക്ക്ഷീറ്റ് കി പൂർത്തി കരെ സഹി മിലാൻ കരെ. 2 ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഒന്നിലെ വിശേഷ് പ്രയോഗ്, അതിന്റെ ആശയമാണ് അടുത്ത ബോക്സിൽ. എന്താ വിശേഷ് പ്രയോഗ്? ഷാദി കാ ബുലാവ ആയാ ഥാ, സർദി ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗി थी, സഫർ കാ ആനന്ദ് ലിയാ ജായ്, खिड़की वाली सीट झपट ली, बातों में मशगुल हो गए, इसरार करने लगी. ഷാദി കാ ബുലാവ ആയാ ഥാ. ഇപ്പോഴത്തെ ബോക്സിൽ എന്താ അതിന്റെ ആൻസർ, അതിന്റെ ആശയം? വിവാഹ് പർ ജാനെ കാ നിമന്ത്രൺ മിലാ ഥാ, सर्दी हल्की हल्की दस्तक देने लगी थी, ठंड का मौसम शुरू हुआ था. इनी सफर का आनंद लिया जाए, यात्रा के अनुभवों का आस्वादन किया जाए. खिड़की वाली सीट झपट ली, खिड़की के पास की सीट पकड़ ली, बातों में मशगूल हो गए. എന്താ അതിന്റെ ആശയം? बातचीत में लीन हो गए, इसरार करने लगी, आग्रह करने लगी. മനസ്സിലായല്ലോ? നോക്കുക,
അടുത്തതൊരു വാർത്താലാപാണ്. ഈ ഷാൾ ബേച്ചനെ വാലി യുവതിയും യാത്രക്കാരന്റെ ഭാര്യയും തമ്മിലുള്ള ഒരു വാർത്താലാപം. ആ വാർത്താലാപാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കിയാലോ. ഷാൾ ബേച്ചനെ വാലി യുവതി और बीवी के बीच का वार्तालाप. युवती, दीदी जम्मू की शाल ले लो, बहुत बढ़िया है. बीबी ചോദിക്കുകയാണ്, कितने की है? युवती, 250 की. बीबी, इतनी महंगी? युवती, ज्यादा पीस लोगी तो कम कर दूंगी. बीवी, मुझे दुकान खोलनी है क्या? युवती, ले लो ना बहनों और भाभियों के लिए. बीवी, अच्छा 5 पीस लूं तो कितने में दोगी? युवती, 200 रुपए पर पीस ले लेना दीदी. बीवी എന്താ പറയാ, ना 100 रुपए पर पीस. शाल बेचने वाली युवती, दीदी 100 तो बहुत कम है. बीवी, चल न तेरी न मेरी 150 पीस. युवती, अच्छा दीदी ठीक है, लो രംഗ് പസന്ത് കർല. മക്കളെ, ആ വാർത്താലാപ് നന്നായിട്ടൊന്ന് 2-3 പ്രാവശ്യം വായിച്ചു നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. കുട്ടികളെ, നമുക്കൊരു ഡയറി എഴുതിയാലോ. रेलगाड़ी के अनुभव ने पुरुष पात्र को अपने पिता की याद दिलाई. अगर पिता की याद में वे डायरी लिखे तो कैसा होगा? തീവണ്ടിയിൽ നടന്ന സംഭവം തൻ്റെ അച്ഛനെ ഓർമ്മിക്കാൻ ഒരു നിമിത്തമായി. ആ യാത്രക്കാരൻ അന്നത്തെ ആ സംഭവം ഒരു ഡയറിയായി എഴുതുകയാണെങ്കിൽ എങ്ങനെയാവും നോക്കാം. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിലെന്തൊക്കെയാണ് മൂല്യാങ്കൻ സൂചകങ്ങൾ വേണം. എന്താണ് ഈ മൂല്യാങ്കൻ സൂചക്? मूल्यांकन सूचक के आधार पर ही हमें स्कोर मिलता है. अब एक डायरी लिखते वक्त किन किन मूल्यांकन सूचकों पर ध्यान देना चाहिए? देखो, तारीख लिखी हो, डायरी आत्मनिष्ठ भाषा में हो, मुख्य घटनाओं का उल्लेख हो, मुख्य घटनाओं पर पात्रों के विचारों का उल्लेख हो, परमार्जित भाषा का प्रयोग हो. इन मूल्यांकन सूचकों के आधार पर डायरी लिखना चाहिए. നോക്കൂ, ഡയറി എഴുതുമ്പോൾ തീയതി ഉണ്ടായിരിക്കണം. പിന്നെയോ ആത്മനിഷ്ഠ ഭാഷയായിരിക്കണം പ്രയോഗിക്കണം. പ്രധാനപ്പെട്ട എല്ലാ സംഭവങ്ങളും അതിലുണ്ടായിരിക്കണം. പിന്നെ കഥാപാത്രങ്ങളുടെ ചിന്തകൾ അതിൽ രേഖപ്പെടുത്തിയിരിക്കണം. അതുപോലെ തന്നെ ലളിതമായ ഭാഷ ഉപയോഗിക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ മൂല്യാങ്കൻ സൂചക വെച്ചുള്ള ഒരു ഡയറി നോക്കിയാലോ. നോക്കൂ, 12 जुलाई 2025. आज ट्रेन में एक पुरानी याद ताज़ा हो गई. एक शॉल बेचने वाली लड़की आई थी. उस लड़की की आंखों में नमी थी. उस लड़की को देखकर मुझे अपने पिताजी याद आ गए. वे भी ऐसे ही ट्रेन में सामान बेचते थे. थक कर जब वे घर आते थे तो उनकी आंखों में भी वैसी ही नमी होती थी. मुझे उनका संघर्ष याद आ गया. ये अनुभव मेरे दिल को छू गया. उस लड़की की मेहनत और त्याग देखकर मैं भावुक हो गया. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് ഖിഡ്കി എന്ന പാഠത്തിൻ്റെ ആശയവും അതിൻ്റെ പ്രവർത്തനങ്ങളും നന്നായി മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.